ഇഷ്ടമായില്ല. ഫസ്റ്റ് ഹാഫ് കൊള്ളാം, സെക്കൻഡ് ഹാഫ് എൻ്റെ പൊന്നാരിക്ക നായകനും എന്ന് വെച്ചാൽ നായകൻ കണ്ടിട്ടുണ്ട്, ചക്കച്ചിവന്ന് പറഞ്ഞ കണ്ടിട്ടുണ്ട്, വിവേക് കണ്ടിട്ടുണ്ട്. ഇത് ഫുള്ള് മിക്സ് ചെയ്തിട്ട് കാണിച്ചാണ് മണിരത്നം സാറ്. കമലഹാസൻ സാറിൻ്റെ 3 വർഷം മുന്നേ, അതായത് എക്സാക്ട് പറയുന്നത് ജൂൺ 3 എങ്ങാണ്ടാണ് മറ്റേ വിക്രം റിലീസ് ചെയ്തത്. ഞാൻ ആ സെയിം എക്സ്പീരിയൻസ് കിട്ടുമെന്ന് വിചാരിച്ചത്. ഐ വാസ് ഡിസപ്പോയിന്റഡ് ടു ദ കോർ. കുഴപ്പമില്ല, കണ്ടിരിക്കാം. രവി കെ ചന്ദ്രൻ സൂപ്പറാണ്. കമലഹാസൻ്റെ അഭിനയം അടിപൊളിയായിട്ടുണ്ട്. കിടിലം പടമാണ്. എന്തായാലും നമുക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള സിനിമ തന്നെയാണ്. കിടിലം പടമാണ്, നല്ല സിനിമയാണ്, നല്ല മ്യൂസിക്കാണ്. എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള 38 വർഷങ്ങൾക്ക് ശേഷം മണിരത്നവും അതുപോലെ കമലഹാസനോട് ഒന്നിക്കുന്ന സിനിമ തന്നെയാണ്. എന്തായാലും ഒരു ഇന്ത്യൻ 2 പോലുള്ള സിനിമയല്ല. എന്തായാലും പ്രേക്ഷകർക്ക് ധൈര്യമായിട്ട് തിയേറ്ററിൽ വന്ന് കാണാൻ പറ്റുന്ന അടിപൊളി സിനിമയാണ്. എന്തായാലും കിടിലം പടമാണ്. ഇത് വിജയിക്കേണ്ട ആവശ്യമുണ്ട്. കാരണം ഇത് ട്രോളാൻ സാധ്യതയുണ്ട് ഈ സിനിമ. കാരണം പല യൂട്യൂബർമാർ ഇതിനെ ട്രോൾ ഇതിനെ നശിപ്പിക്കാൻ സാധ്യതയുണ്ട് ഈ സിനിമ. എന്തായാലും 38 വർഷങ്ങൾക്ക് ശേഷം കമലഹാസനും അതുപോലെ മണിരത്നവും ഒന്നിക്കുന്ന സിനിമയാണ്. തീർച്ചയായിട്ടും പ്രേക്ഷകർ തിയേറ്ററിൽ വന്ന് സിനിമ കാണുക. എന്തായാലും ഇത് വിജയിക്കേണ്ട സിനിമ തന്നെയാണ്. കമലഹാസനെ അപേക്ഷിച്ചെന്ന് പറയുമ്പോൾ പ്രായാധിപത്യത്തിൻ്റെ ഒരു പ്രശ്നങ്ങളായിട്ട് നമുക്ക് ഫീൽ ആവും. പക്ഷേ അതൊന്നുമല്ല, എൻ്റെ ക്യാരക്ടറിൻ്റെ ഒരു പഞ്ച് അത് ഒരു രക്ഷയില്ല. കമലഹാസൻ ഈ പ്രായത്തിലും തകർത്ത് അഭിനയിച്ചിട്ടുണ്ട്. എന്തായാലും ഈ സിനിമ ഇത് ബ്ലോക്ക് ബസ്റ്റർ ഉറപ്പാണ്. ഈ സിനിമ നമുക്ക് ഈ അടുത്ത കാലത്ത് കണ്ടതിൽ നല്ലൊരു സിനിമയാണ്. എന്തായാലും നമുക്ക് ധൈര്യമായിട്ട് തിയേറ്ററിൽ വന്നില്ല. കമലഹാസൻ്റെ പെർഫോമൻസ് എടുത്തു പറയണം. അതുപോലെ നാസർ ഉണ്ട് ഇതിനകത്ത്. ജോജു ജോർജ് ഒരു രക്ഷയിൽ 2-3 സീനിൽ നല്ല പട്ടക്കം സാധനം ചെയ്തിട്ടുണ്ട്. എന്തായാലും കാണുക, അടിപൊളിയാണ്. ഇതിൻ്റെ 2ാം പാർട്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എന്തായാലും പടം എങ്ങനെയുണ്ട് മോനെ? പടം സൂപ്പറാണോ? അടിപൊളിയാണോ? സൂപ്പർ പടമല്ലേ? അതെ, ചേട്ടന്മാരെന്ന് പറഞ്ഞ പടം എങ്ങനെയുണ്ട്? അടിപൊളിയാണോ? സൂപ്പർ പടമാണ്. എന്തായാലും തിയേറ്ററിൽ ധൈര്യമായിട്ട് കാണാം. അടിപൊളി സിനിമയാണ്. കമലഹാസന്റെ പെർഫോമൻസ് ഒരു രക്ഷയില്ല. ഈ പ്രായത്തിൽ നല്ല പെർഫോമൻസ് ആയിരുന്നു. എല്ലാവരും നല്ലായിരുന്നു. ആ പുള്ളി നല്ലായിരുന്നു കേട്ടോ. ഇടയ്ക്ക് 2-3 മലയാളം ഡയലോഗ് ഒക്കെ ഉണ്ട്. നല്ല നമ്മുടെ എല്ലാ ടെക്നീഷ്യൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് ടെക്നീഷ്യൻസ് ആണ് പടം ചെയ്തിരിക്കുന്നത്. പക്ഷേ നമ്മൾ നായകനെ വെച്ചൊരു കമ്പയർ ചെയ്താൽ പടം നമുക്ക് അത്ര സുഖിക്കില്ല. പിന്നെ ജോജു നന്നായിട്ടുണ്ട്. പിന്നെ ഒരു ഇമോഷണൽ മൂവി കമലഹാസൻ നന്നായിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, നമ്മളെല്ലാവരും നായകനെ കമ്പയർ ചെയ്താൽ വരുന്ന ആ ഒരു ബൂം ഇതിനകത്തില്ല. മാസം അവസാനത്തെ ആക്ഷനൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ഉക്കൂറിന് ആക്ഷൻ അവസാനത്തെ കമലഹാസനും മറ്റേ ചിമ്പുമായിട്ടുള്ള ആക്ഷൻ. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, നമ്മളൊരു നായകനെ കമ്പയർ ചെയ്ത് വന്നാൽ അത്ര നമുക്കൊരു ബൂം കിട്ടിയിട്ടില്ല. പെർഫോമൻസ് നല്ല കമലഹാസൻ ചിമ്പു ഒന്നും കമലഹാസന്റെ മുന്നിൽ വരുമ്പോഴത്തേക്കുള്ള പതറോ ശരിക്കും. ജോജു നന്നായിട്ടുണ്ട് കേട്ടോ. ജോജു കുഴപ്പമില്ല, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല റോളാണ്, പ്രധാനപ്പെട്ട വേഷം തന്നെയാണ്. എന്നാലും ഫുൾ ബേസിലല്ല, എന്നാലും ജോജു നന്നായി. അല്ല, മൊത്തത്തിൽ പറഞ്ഞാൽ നമ്മൾ എല്ലാവരും നായകനുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. പക്ഷെ ആ ഒരു ഇതിലേക്ക് നമുക്ക് വന്നിട്ടില്ല. ആ ഒരു കുഴപ്പമാണെങ്കിലും ടെക്നിക്കൽ ഇടിലും ആക്ഷൻ രംഗങ്ങളും ക്യാമറയൊക്കെ ഇടിലിനായിട്ടാണ് ചെയ്യുന്നത്. ഒന്നും പറയാനില്ല. പണിയെടുത്താൻ പെടും തന്നെ. പക്ഷെ ഇതൊരു ഞാൻ പറഞ്ഞത്, എനിക്ക് നായകനെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പം ഇല്ലില്ല. കുഴപ്പമില്ല. മേക്കിംഗ് ഒക്കെ റിച്ചാണ്. സ്ക്രീൻ പ്ലേ സ്ക്രിപ്റ്റൊക്കെ വീക്കാണ്. അത്രേ ഉള്ളൂ. നായകൻ ടച്ച് എവിടെയൊക്കെ ഉണ്ട്, ബട്ട് അത് ഇല്ല, നായകൻ്റെ പോലും ഇല്ല. സ്റ്റിൽ നമുക്കിപ്പോൾ നായകൻ കാണുമ്പോൾ സ്റ്റിൽ നമുക്കൊരു ഇമോഷണൽ കണക്റ്റ് ഉണ്ട്. അത് ഇതിലില്ല. നായകൻ ഒന്നും കൂടെ പുള്ളി റീവർക്ക് ചെയ്തെടുത്ത പോലെ നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. ഫൈറ്റ് കുഴപ്പമില്ല. ജോജു കമലഹാസൻ ഒക്കെ പിന്നെയും കുഴപ്പമില്ല. സീൻ ആവറേജാണ്. എക്സ്പെക്ട് ചെയ്ത വിൻവെളി നായകയുടെ ഗൂസ് ബംസ് ഒന്നും നമുക്ക് വന്നിട്ടില്ല. ഇല്ലില്ല, വേറെ എക്സ്പെക്ട് ചെയ്തൊന്നുമില്ല. അടിപൊളിയായിട്ടുണ്ടായിരുന്നു. കമലഹാസൻ്റെ കിടിലൻ ഒരു നല്ല പടം എന്ന് പറയണമെങ്കിൽ ഇതാണ്. മണിരത്നം അടിപൊളി, ടെക്നീഷ്യനൊക്കെ കിടിലനായിരുന്നു. റഹ്മാൻ അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. എല്ലാം പ്ലേസ് ചെയ്യേണ്ടടുത്ത് എല്ലാം പ്ലേസ് ചെയ്തിട്ടുണ്ട്. എവിടെയൊക്കെയാണോ വെക്കേണ്ടത് അവിടെ എല്ലാം അടിപൊളിയായിട്ട്. BGM-ഉം എല്ലാം അടിപൊളിയായിരുന്നു. ഒരു നല്ല പടം. സെക്കൻഡ് ഹാഫ് ഇമോഷണലി കുറച്ച് ഇതായിരുന്നു. പക്ഷേ ലാസ്റ്റ് ആയപ്പോൾ ശരിക്കും കണ്ണിറങ്ങി പോയി എൻ്റെ. അത് അടിപൊളിയായിരുന്നു. എല്ലാ രീതിയിലും ആണെങ്കിലും ടെക്നീഷ്യനാണെങ്കിലും എല്ലാ രീതിയിലും മനോഹരമായിരുന്നു. ഒരു നല്ല പടം, ഇരുന്ന് കാണാം. ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് ഇട്ട് കിടക്കുന്നതിന് മുമ്പ് തന്നെ നമുക്കൊരു രോമാഞ്ച. സിംബു അടിപൊളിയായിട്ട് കസറി എന്ന് പറയും. കമലഹാസൻ്റെ ഒപ്പം തന്നെ നിന്ന പുള്ളി
അത് ലാസ്റ്റ് ഇപ്പോൾ ഭയങ്കരമായിട്ട് ഇമോഷണലായിട്ട് സെറ്റ് ചെയ്ത് കൂടുതലൊന്നും പറയാനല്ല, ഒരു നല്ല പടം എന്ന് പറഞ്ഞാൽ ഇതാണ് തഗ് ലൈഫാണ്. മണിരത്നത്തിൻ്റെ എല്ലാ പരിപാടിയും ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. ടെക്നീഷ്യനായാലും എന്തായാലും AR റഹ്മാൻ്റെ എല്ലാം നല്ല രീതിയിൽ തന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. കൂടുതലൊന്നും പറയാനില്ല അതിൽ. ഓക്കെ, പടം ഒരു പക്ക കമലഹാസൻ ഫിലിം. ബാക്കി എല്ലാവരും പെർഫോം ചെയ്തിട്ടുണ്ട്. ഒരു ബിട്രയൽ റിവെഞ്ച് ഫിലിമാണ്. സെൻറ്റിമെൻറ്റ്സ് ആക്ഷൻ എല്ലാം ഉണ്ട്. എനിക്ക് പടം ഇഷ്ടപ്പെട്ടു. നല്ല നേറ്റീവ് തമിഴ് മനസ്സിലാത്തവർക്ക് ലാഗ് തോന്നുന്നു, തമിഴ് അറിയാത്തവർ സബ്ടൈറ്റിലുള്ള പടം കാണും. എല്ലാം കൊണ്ട് നല്ലൊരു എൻ്റർടൈനറായിട്ട് തോന്നി. കമലഹാസനുള്ള പെർഫോമൻസ്, ഡയറക്ഷൻ നല്ലതാണ്, സ്റ്റോറികളാണ്, മ്യൂസിക്കാണ് അത്ര ഭയങ്കരമായിട്ടില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ഇൻറ്റിമേറ്റ് സീൻസ് ഒന്നും ഇല്ല, വയലൻസ് ആവശ്യത്തിനേ ഇല്ല. എല്ലാം കൊണ്ട് നല്ല എൻ്റർടൈൻമെൻറ്റ്. ജോജു എല്ലാം കുറച്ച് നേറ്റീവ് റോളാണ്. മലയാളത്തിൽ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. ചിമ്പു എനർജിയിലുണ്ട്, നന്നായി ചെയ്യുന്നുണ്ട്. ചിമ്പു കമലഹാസൻ നല്ല കോമ്പിനേഷനാണ്, നല്ല കോമ്പിനേഷനാണ്. അവർ തമ്മിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ് വരും, അത് അവസാനം ശരിയാവും, അങ്ങനെയൊക്കെയാണ്. ഒരു മകനെ പോലെ അങ്ങനെയൊക്കെയാണ്. കമലഹാസൻ എല്ലാം നല്ല പെർഫോമൻസ് എൻ്റർടൈൻമെൻറ്റാണ്. ഇതിപ്പോൾ ആൾക്കാർക്ക് ലാഗ് തോന്നും തമിഴ് അറിയാത്തവർ, കാരണം ഒരുപാട് കോൺവെർസേഷൻ ഉണ്ട്. അവർ സബ്ടൈറ്റിലൂടെ കാണുന്നത് മനസ്സിലാവും. നല്ലൊരു മണിയായിട്ട് പോകട്ടെ, പക്ഷേ നായികൻ്റെ അത്രയും വരില്ല. എന്നാൽ നല്ല മൂവിയാണ്. അപ്പോൾ ബീസ്റ്റക്കാട്ട് നന്നായിട്ട് വന്നിട്ടുണ്ട്. വൈറ്റ് നന്നായിട്ട് ചെയ്യുന്നു, സെൻറ്റിമെൻറ്റ്സ് എല്ലാം നന്നായിട്ടുണ്ട്. കമലഹാസൻ ഈ പ്രായത്തിൽ നന്നായി ചെയ്യുന്നത്. നായികന്മാരെല്ലാം കൊണ്ട് നല്ല മൂവി.